വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പ്രാങ്ക് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് എൻ്റെ സ്വന്തം ഹസ്ബൻഡിനെയാണ്. അപ്പോൾ അത് ഇവിടെ സമയം 6 മണി ആയിട്ടേ ഉള്ളൂ. എല്ലാവരും ഉറങ്ങി എണീക്കുന്ന ടൈമാണ്. അപ്പോൾ ആൾ എണീച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഡ്യൂട്ടിക്ക് പോകേണ്ടത് 6:30-ക്കാണ്. എന്നും വൈകിട്ട് പോകാറില്ല, 6:45 7 മണി ടൈമിൽ പോവുക. അപ്പോൾ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് പാമ്പ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ സ്നേക്കാണ്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത്, നമ്മൾ അർജൻറ്റിലാണല്ലോ പോവുക, ലേറ്റായിട്ട് പോകുമ്പോൾ അർജൻറ്റിലാണ് പോവുക. അപ്പോൾ ഷൂസിനകത്ത് പാമ്പിട്ടിട്ട് പോണ നേരത്തെ പേടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം അല്ലാതെ വേറൊക്കെ ഞാൻ ചിന്തിച്ച് നോക്കി, പക്ഷെ പേടിക്കുമോ എന്നൊരു ഡൗട്ട്. പ്ലാസ്റ്റിക് ആണല്ലോ, അപ്പോൾ ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും ഷൂസിനകത്ത് ഞാൻ ഇടാം. ഓക്കെ, അപ്പോൾ ഷൂ മാറിയിടില്ല എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പം നോക്കാം നമുക്ക്. ഇപ്പോൾ ഉറങ്ങി എണീറ്റിട്ടില്ല. അപ്പം ഞാൻ ക്യാമറ സെറ്റ് ചെയ്യണം, എല്ലാ കാര്യവും ചെയ്യണം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതെൻ്റെ ഫസ്റ്റ് പ്രാങ്കാണ്. സോ എന്തെങ്കിലുമൊക്കെ പാളിച്ചോ വീഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. നമുക്ക് വഴിയെ നമുക്ക് തിരുത്താം. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തേക്കുക. പിന്നെ നിങ്ങൾ ഞാൻ എവിടേക്ക് റെഡി ആയിരിക്കുന്നില്ലേ, അപ്പോൾ ഞാൻ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ജോലി സ്ഥലത്തേക്ക് കൊണ്ടാക്കാൻ വേണ്ടി 2 വീലറിൽ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ റെഡി ആയിരിക്കും. ഞാൻ നേരത്തെ എണീച്ച് റെഡി ആയതാണ്. അപ്പം അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ശരിക്കും പേടിയാവുന്നിട്ട് കാണുമ്പോൾ. അപ്പോൾ ഈ ഷൂ ആണ് ഇടുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിതിനകത്തോട്ട് ഇടാം. സത്യമായിട്ട് എനിക്കിത് എന്തോ ഒരു അറയ്ക്കുന്ന പോലെ ഉണ്ട്. സത്യമായിട്ട് എനിക്ക് അറയ്ക്കുന്നത് സത്യം പാമ്പ് പോലത്തെ ഉണ്ട്. റബ്ബറാണ് സംഭവം. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്, കാണാത്ത പോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറ സെറ്റ് ചെയ്യാൻ പോകുന്നത് സ്റ്റെയർ കേസിലാണ് വെക്കുന്നത്. അപ്പോൾ കറക്റ്റ് നമുക്ക് വ്യൂ കിട്ടാനായിട്ട്. അപ്പോൾ കാർഡ്ബോർഡ് ബോക്സിൽ ഇതുപോലൊരു ഹോൾ ഇട്ടുണ്ട്, ഫോൺ കറക്റ്റ് ക്യാമറ കിട്ടുന്നത് പോലെ. നെക്സ്റ്റ് ഞാൻ ഈ ഹോളിനകത്തോട്ട് എൻ്റെ ഫോണിൻ്റെ ക്യാമറ ആക്കി വെച്ചിട്ട് ഞാൻ ഈ ഒരു പൊസിഷനിൽ കിട്ടുന്ന പോലെയാണ് വെക്കുന്നത്. ടൈമാക്കാതെ വേഗം വാ. പാമ്പ് ഉഷമ പാമ്പ്
ഷൂവിനുള്ളിൽ എനിക്ക് കിട്ടിയില്ലോ ഞാൻ എന്നിട്ട് പറഞ്ഞാൽ ഞാൻ ഷൂ ഇടുമ്പോൾ പറഞ്ഞിട്ട് ഏത് ഷൂല് കൈ ഈ ഷൂവിനുള്ളിൽ കണ്ടാ മാറി അത് ഡെലിവറാണ് പിന്നെ കപ്പൻ്റെ കഴിഞ്ഞിട്ട് നോക്കും സാമ്പാണ് കുറച്ച് മനുഷ്യൻ കിട്ടിയിട്ട് താല്പര്യം ചൊല്ലിന് കുഴപ്പമായിട്ടുണ്ട് എനിക്ക് ചെരുപ്പുണ്ട് അമ്മനടുത്ത് പോയി തമാശകൾ നോക്കിയത് ശരിക്കും പഠിച്ചമായി എങ്ങനെ താമസിക്കുന്നു അപ്പോൾ നമ്മുടെ പ്രാങ്ക് സക്സസ് ആയി. കറക്റ്റായിട്ട് നല്ലപോലെ പേടിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയോ, ആദ്യം കൈയിട്ടപ്പോൾ വലിച്ചു കയ്യിലോട്ട് കൊത്തി എന്ന് പറഞ്ഞിട്ട് വലിച്ചു. പിന്നെ അപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ എന്ന് പറയുമ്പോൾ നല്ല ടൈമുള്ള സമയം, കാരണം 6:30 എത്തേണ്ടത് 6:45 വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങണത്, വടക്കഞ്ചേരി എത്തണം. അപ്പോൾ ആ ടൈമിലായതുകൊണ്ടാണ് അഭിപ്രായമൊന്നും പറയാതെ പോയത്. നമുക്ക് വൈകുന്നേരം നമുക്ക് അഭിപ്രായം ചോദിക്കാം, ഓക്കെ, പറ്റുകയാണെങ്കിൽ. കാരണം നല്ല പേടിച്ചിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ അറ്റാക്ക് വരും തോന്നുന്നു, ഇങ്ങനെയൊന്നും ചെയ്യേണ്ട, അവർ ചീത്ത പറഞ്ഞതിനെ കുറിച്ച്. അപ്പോൾ അതുമല്ലാതെ കാലത്ത് നേരത്തെ ഇല്ല, അതുകൊണ്ട് നല്ലപോലെ പേടിച്ചിട്ടുണ്ട്. അതുമല്ലാതെ ആ പാമ്പിന് നല്ലപോലെ ഒറിജിനാലിറ്റി ഉണ്ട് കേട്ടോ. അതിൻ്റെ പുറം കാണുമ്പോൾ അല്ല, നമ്മൾ എവിടെ നിന്ന് ഇടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇങ്ങനെ തൂക്കി പിടിക്കുമ്പോഴത്തേക്കും കറക്റ്റ് പാമ്പിൻ്റെ ആ ഒരു ഇതുണ്ട്, കറക്റ്റ് ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. നല്ല പോലെ പേടിച്ചു. ഇന്നിങ്ങനെ ആരോട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, കാരണം നല്ല പേടിക്കുന്നുണ്ട്. ആ സാധനം അത്ര ഒറിജിനാലിറ്റി ഉള്ളതുകൊണ്ട് നല്ല പേടിയുണ്ട്. പിന്നെ ഞാനിട്ടത് ഷൂവിനകത്തല്ലേ, അപ്പോൾ ആരെയും പേടിക്കില്ല, കാലിട്ടതല്ലേ, അങ്ങനെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ പ്രാങ്ക് സക്സസ് ആയി. അമ്മ അതിനിടയ്ക്ക് നിങ്ങൾ ആരെയും ശ്രദ്ധിച്ച വടിയൊക്കെ എടുത്തിട്ട് വന്നു പാമ്പിനെ തല്ലാനായിട്ട്. എനിക്കത് കോമഡി തോന്നി സത്യം പറഞ്ഞാൽ. ഞാൻ കുറേ ദിവസം എന്തെങ്കിലും ഒരു പ്രാങ്ക് കൊടുക്കണം പറ്റിയിരിക്കും. നമ്മുടെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഫേമസ് ആയി നിൽക്കുന്ന ഈ പ്രാങ്കാണല്ലോ. അപ്പം അങ്ങനെ കരുതിയിരിക്കണ്ടായിരുന്നു. അപ്പോഴാണ് എന്തായാലും പാമ്പ്, നമ്മൾ പ്രാങ്ക് ടോയ്സ് എന്നൊക്കെ അടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. ഓക്കെ, നല്ല അടിപൊളി ടോയ്സ് ആണ് കേട്ടോ. പിന്നെ നിങ്ങൾ ആരും ഇങ്ങനെ പ്രാങ്ക് ഒന്നും ചെയ്യരുത്, ഞാൻ ജസ്റ്റ് അത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതൊരു മോറൽ കൂടെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഷൂവ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടുമ്പോൾ നമ്മൾ നല്ലപോലെ തട്ടിക്കൊട്ടിയ ശേഷം മാത്രം ഇടുക. നമ്മൾ അതിനകത്ത് വല്ലതും കിടക്കാൻ ഭയങ്കരമായിട്ടുള്ള സാധ്യതയുണ്ട്, ചൂട് കൂടുതലായിരിക്കുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ എന്തായാലും തട്ടിയിട്ടൊക്കെ ഇടുക. അപ്പോൾ തട്ടാതെ ഇട്ടതിൻ്റെ ഗുണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും എൽദോ വരികയാണെങ്കിൽ, വീഡിയോയിൽ വരികയാണെങ്കിൽ അഭിപ്രായം ചോദിക്കാം. എന്തായാലും ഉഗ്രം പേടിച്ചിട്ടുണ്ട്, നെഞ്ച് പട്ടന്ന് അടിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നല്ലപോലെ പേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുകയാണെങ്കിൽ എന്തായാലും എല്ലോനെ വെച്ചിട്ട് നമ്മൾ അഭിപ്രായം ചോദിക്കാം നമുക്ക്. പിന്നെ രണ്ടാമത്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇനി എൽദോൻ്റെ അഭിപ്രായം പറ്റുകയാണെങ്കിൽ ഇതിലൂടെ ചേർത്തേക്കാം. ഓക്കെ.